ഹലോ. കുറേ നാളായില്ലേ ഞാൻ വീഡിയോ ഇട്ടിട്ട്. ലോങ് വീഡിയോസ് ഒന്നും ഇപ്പോൾ ഇടാറില്ല കേട്ടോ. ഒന്നേ എനിക്ക് മൂഡ് ഉണ്ടാവാറില്ല, പിന്നെ സമയം ഇല്ല. അപ്പോൾ ഞാൻ ഷോർട്സ് ഇടുന്നുണ്ട് ഇപ്പോൾ, പക്ഷേ ഒന്നും റീച്ച് ആവുന്നില്ല. കാണുന്നവരൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ ഞാൻ ഇന്ന് വന്നത് രുദ്രപ്പൻ്റെ കുറച്ച് നേരത്തെ കലാപരിപാടികളാണ് കേട്ടോ. രാവിലെ എണീറ്റ് വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ ആദ്യം ഡയപ്പറൊക്കെ ഒന്ന് മാറ്റി, പിന്നെ ഞങ്ങളൊന്ന് കൈയും മുഖമൊക്കെ ഒന്ന് കഴുകി പാപ്പം കഴിക്കാൻ പോകും. പാപ്പം വേറൊന്നുമല്ല, എന്നും ഇഡ്ഡലിയാണ് കേട്ടോ. അവൻ്റെ കൈയും മുഖവും കഴുകി കൊടുക്കുമ്പോൾ അവൻ എനിക്കും കഴുകി തരും കേട്ടോ. നമ്മൾ എന്ത് ചെയ്യുന്നോ അതൊക്കെ അവൻ തിരിച്ച് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. ഇന്നലെ കണ്ട് തേങ്ങ പൊളിക്കാൻ പോകുന്നു. അവൻ തേങ്ങ പൊളിക്കുന്ന മറ്റേ ആ സാധനം ഉണ്ടല്ലോ, എന്താ ആ മറ്റേ ഒരു കുന്തം, ആ സാധനത്തിൽ കൊണ്ടുപോയിട്ടുണ്ട്, എടുത്ത് കുത്തണം. പിന്നെ അത് മെല്ലെ മേടിച്ച് വെച്ച് ഇഡ്ഡലി ആകുമ്പോൾ പിന്നെ അവൻ ആദ്യം അങ്ങ് മുക്കി കഴിക്കും കേട്ടോ. അവൻ ഒരെണ്ണമൊക്കെ കഴിക്കും. ആ, നന്നായിട്ടുണ്ട്. ആനയാണ്, കോഴിയാണ്, ആനയുടെ വാലാണ്, പൂച്ചയുടെ വാലാണ്, തലയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ കൊടുക്കും. പക്ഷേ ഒരു പകുതി വരെ കഴിച്ചാൽ പിന്നെ അവൻ പോകും കേട്ടോ. പിന്നെ ഇങ്ങനെ പിന്നാലെ നടക്കണം. കുറച്ച് സമയമൊക്കെ ഞാൻ സ്ക്രീൻ കൊടുക്കും. ഫുഡ് കഴിക്കാൻ എങ്ങനെയെങ്കിലും കഴിച്ചോട്ടെ എന്ന് വെച്ചിട്ട് കൊടുക്കും. തെറ്റാണെന്നറിയാം, എന്നാലും ചെയ്യും. അവൻ്റെ വയറ് നിറയ്ക്കണം എന്നൊരൊറ്റ ഉദ്ദേശം മാത്രമേ എനിക്കുള്ളൂ കേട്ടോ. അപ്പോൾ കുറച്ച് സമയമൊക്കെ ഞാൻ സ്ക്രീൻ ടൈം കൊടുക്കാറുണ്ട്. ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവൻ കേൾക്കും കേട്ടോ. എന്നെ പേടിയാണോ അതോ ഇനിയിപ്പോൾ എന്ത് കണ്ടിട്ടെന്നറിയില്ല, അവനെന്തായാലും ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര അനുസരണയാണ്. ഞാൻ സ്റ്റോപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് എവിടെയെങ്കിലുമൊക്കെ ഇരുത്തിയിട്ട് പോയി കഴിഞ്ഞാൽ അവിടെ ഇരിക്കും കേട്ടോ. ഞാൻ വരുന്നവരെ അപ്പം പ്രശ്നമൊന്നും ആക്കാതെ അവിടെ ഇരിക്കും. ആ ഇരുത്താണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വലിയ കുഴപ്പക്കാരനൊന്നും അല്ല ഞാൻ അടുത്തുള്ളപ്പോൾ. ഞാനൊന്ന് മാറിക്കഴിഞ്ഞാൽ ഇച്ചിരി വികൃതിയൊക്കെ ഉണ്ട് കയ്യിൽ. അപ്പം കയറി നിൽക്കും നമ്മുടെ സെറ്റിയിൽ, അല്ലെങ്കിൽ ജനലിൻ്റെ മുകളിൽ. എവിടെയൊക്കെ കയറാൻ പറ്റുമോ അവന്, അവിടെയൊക്കെ അവൻ കയറി നിൽക്കും. എന്നിട്ട് അമ്മേ അമ്മേ എന്ന് പറയും. ഭയങ്കര പേടിയാണ്, പക്ഷേ കുരുത്തക്കേടെ കാണിക്കൂ. നിങ്ങളുടെയൊക്കെ വീട്ടിൽ കുട്ടികളുണ്ട് വെച്ചാൽ അവരൊക്കെ എന്തൊക്കെ കഴിക്കാമെന്ന് എനിക്കൊന്ന് കമൻറ്റ് ചെയ്ത് തരണേ. ഇവന് ഞാൻ രാത്രി രാവിലെ ഇഡ്ഡലിയാണ് കൊടുക്കുക, ചോറൊന്നും കഴിക്കില്ല. പിന്നെ വേറെ എന്തോ കൊടുത്താലും ഒരു ദിവസം ഒരു നേരം പകുതി കഴിക്കും. എത്ര ഉണ്ടാക്കിയോ അതിൻ്റെ പകുതി. അല്ലെങ്കിൽ ജസ്റ്റ് ടേസ്റ്റ് നോക്കിയിട്ട് ആളുടെ വഴിക്ക് പോകും. അവനിതാ ഇതുപോലെ വല്ലതുമൊക്കെ പെറുക്കി കൊടുത്താൽ അടിപൊളിയായിട്ടിരിക്കും. പെറുക്കാൻ വല്ല കുരുമുളകിൻ്റെ മണിയോ പരിപ്പോ ഉഴുന്നോ ഉലുവയോ എന്തെങ്കിലുമൊക്കെ കുറച്ച് വാരി നിലത്തിട്ടിട്ടൊരു പാത്രം കൊടുത്തു കഴിഞ്ഞാൽ അവനതെല്ലാം എണ്ണി തിട്ടപ്പെടുത്തി നമുക്ക് പെറുക്കി തരും. ഏറ്റവും ഇഷ്ടമുള്ള കളി അതാണ് കേട്ടോ. അച്ചമ്മ പഠിപ്പിച്ചതാണേ. പിന്നെ എൻ്റെ കൂടെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാനും ഞാൻ അടുക്കളയിൽ പോകുമ്പോൾ എൻ്റെ കാലിൽ വന്ന് തൂങ്ങും. ഞാൻ എന്താ ചെയ്യണേന്ന് അവന് കാണണം. അവന് മുകളിലേക്ക് കാണില്ലല്ലോ, അപ്പോൾ ഞാൻ എടുക്കും. ഇപ്പോൾ എന്തിനും ഏതിനും എൻ്റെ കൂടെ തന്നെ ഉണ്ടാവും കേട്ടോ. മര്യാദയ്ക്ക് എനിക്കൊന്ന് കുളിക്കാൻ കൂടെ പറ്റില്ല, അപ്പോഴും എൻ്റെ കൂടെ ഉണ്ടാവും. പക്ഷേ എനിക്കിഷ്ടമാണ് കേട്ടോ. അവൻ എൻ്റെ കൂടെ ഇങ്ങനെ നടക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞങ്ങൾ തമ്മിൽ നല്ല അടിയൊക്കെ ഉണ്ടാവും, കീരിയും പാമ്പും ഒക്കെ തന്നെയാണ് ചില സമയത്ത്. എന്നാലും നല്ല രസമാണ്. ഭയങ്കര സമയം പോക്കാണ് കേട്ടോ. ചില സമയത്ത് ദേഷ്യമൊക്കെ വരും, സ്വാഭാവികം. ഇപ്പോൾ പിന്നെ ചെറുതായിട്ട് വർത്താനമൊക്കെ പറയും. ആദ്യം തന്നെ അവൻ എൻ്റെ നിൻ്റെ എന്നാണ് പറയാൻ തുടങ്ങിയത്. ഞാൻ തന്നെയാണ് അതിന് കാരണം. അവനൊക്കെ പാപ്പം കൊടുക്കുമ്പോൾ എനിക്ക് തരും അവൻ കഴിക്കുമ്പോൾ. അപ്പോൾ ഞാൻ ഇത് നിൻ്റെ ആണെന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ട് അവൻ ലാസ്റ്റ് 2 ഇഡ്ഡലി ഞാൻ എന്നും വെക്കും പാത്രത്തിൽ. അപ്പോൾ ഒരു ഇഡ്ഡലി എൻ്റെ, ഒരു ഇഡ്ഡലി നിൻ്റെ പറഞ്ഞിട്ട് അങ്ങനെ തരും. അങ്ങനെ നമ്മൾ എന്ത് പറയുന്നു അതൊക്കെ കേൾക്കുന്നുണ്ട്. വഴക്കാളിയാണോ ചോദിച്ചാൽ
ചെറുതായിട്ടേ ഉള്ളൂ കേട്ടോ, പാവമാണ്. കണ്ടാ എൻ്റെ കൂടെ എല്ലാത്തിനും വരും. പിന്നെ ഞാൻ തുണി കഴുകണ സമയത്തൊക്കെ എനിക്ക് ഓരോന്ന് എടുത്ത് തരും. അപ്പം ഞാൻ പിഴിഞ്ഞിട്ട് അവന് ഞാൻ ബക്കറ്റിലിടാൻ വേണ്ടി കൊടുക്കും ഓരോന്ന്. അപ്പോൾ അവനത് പിഴിയുന്ന പോലെ ഒന്നും കൂടെ പിഴിഞ്ഞിട്ട് ഞാൻ ചെയ്യുന്ന പോലെ അവൻ തിരിച്ചങ്ങനെ ചെയ്യും. പിന്നെ ഞാൻ തുണി തോരയിടുമ്പോൾ അവൻ എനിക്ക് ഓരോന്ന് ഇങ്ങനെ എടുത്ത് തരും കയ്യിൽ. ഞാനത് തുണി അയലിലിട്ട് കഴിഞ്ഞാൽ അപ്പം എനിക്ക് അടുത്തത് തരും. എനിക്കതുകൊണ്ട് കുനിയേണ്ട ആവശ്യമില്ല. അപ്പോൾ ആൾക്ക് ഭയങ്കര ഇഷ്ടം അതൊക്കെ. ആ സമയത്ത് ഞാൻ അവിടെ ഇരുന്നോ എന്നൊക്കെ പറഞ്ഞാലൊന്നും കേൾക്കില്ല, എൻ്റെ പുറകെ വരും. ആ വീഡിയോ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്, വലിയ ക്ലിയറൊന്നുമില്ല. ഇതിൻ്റെ ഇടയിൽ ഞാനിനിയിപ്പോൾ അത് ഇച്ചിരി പാടാ. അത് ഞാനിനി വേറൊരു വീഡിയോയിൽ ആഡ് ചെയ്യാം കേട്ടോ. ഞാൻ ഈ വീഡിയോ എടുത്ത ദിവസം ഞങ്ങൾക്കൊന്ന് ഹോസ്പിറ്റലിൽ പോകണമായിരുന്നു. ഇതിൻ്റെ ഇടയിൽ ഞങ്ങൾ 2 തവണ ഹോസ്പിറ്റലിൽ കിടന്നിട്ടുണ്ട് കേട്ടോ. വീഡിയോയിൽ നിർത്തി 2ാമത്തെ തവണയും കിടന്ന്. ഇപ്പോൾ കിടക്കലൊക്കെ കഴിഞ്ഞിട്ട് വന്നിട്ട് ഇപ്പോൾ 5ാമത്തെ ദിവസമാണ്. അപ്പോൾ റിവ്യൂവിന് പോകേണ്ട ദിവസമാണ്. അപ്പോൾ അന്നത്തേക്കുള്ള ഫിഷ് ഫ്രൈ ചെയ്ത് വെച്ച് കുറച്ച് ചോറൊക്കെ കഴിച്ചിട്ട് അങ്ങോട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ചു. അവന് മുട്ടയും ഭയങ്കരം ഇഷ്ടമായിരുന്നു കേട്ടോ. ഇപ്പം അത്രയ്ക്ക് അങ്ങോട്ട് ഇല്ല, കുറച്ച് കുറവാണ്. ആ വെള്ളം മാത്രം കഴിക്കും. പിന്നെ എന്തെങ്കിലും ആവട്ടെ എന്ന് പറഞ്ഞാൽ ഞാൻ കൊടുക്കും എപ്പോഴെങ്കിലുമൊക്കെ. ഇപ്പോൾ പിന്നെ എന്തും കൊടുക്കാൻ പേടിയാണ്. അവന് പെട്ടെന്നൊരു പനി വരും. അപ്പോൾ ഭയങ്കര പേടിയാണ് അവനെ കൊടുക്കാനൊക്കെ. അപ്പോൾ ഞങ്ങൾ വേഗം അതൊക്കെ വെച്ച് ഞങ്ങളിനി കുളിക്കാൻ പോവുകയാണേ. കുളിക്കാൻ പോകുമ്പോൾ ഇച്ചിരി ചടങ്ങൊക്കെ ഉണ്ട്. ഷർട്ടൊന്നും ഊരാൻ സമ്മതിക്കില്ല, ഓടും ഒളിക്കും. പിന്നെ ഒളിച്ചിരുന്ന് അവിടെ നിന്ന് ഞാൻ തപ്പിപ്പിടിച്ച് കൊണ്ടുവരണം, അങ്ങനെയൊക്കെ ഉണ്ട്. കുളിപ്പിച്ച് റെഡിയാക്കി ഞങ്ങൾ പോകാനുള്ള പരിപാടിയിലാണ് കേട്ടോ. വണ്ടിക്ക് വെയിറ്റ് ചെയ്യുമ്പോൾ 2 ഫോട്ടോ പോസ് ചെയ്യടാന്ന് പറഞ്ഞതാണ് അവനിങ്ങനെ ഓടിക്കളിച്ചുകൊണ്ടിരിക്കുന്നത്. പൂമ്പാറ്റയാണ്, ബട്ടർഫ്ലൈ ആണ് അത്ര. അവൻ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. ഇപ്പോൾ 1-2 വാക്കൊക്കെ പറയാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. എല്ലാം പറയാൻ ശ്രമിക്കുന്നുണ്ട്. ഞാനിങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോൾ എല്ലാം ശ്രമിക്കുന്നുണ്ട്. പിന്നെ വണ്ടി കയറി ആ ഒരു സന്തോഷം. അങ്ങനെ ഞങ്ങൾ ഡോക്ടറിൻ്റെ കണ്ടു. ഡോക്ടറിൻ്റെ സ്റ്റിക്കർ തന്നു. ആ സ്റ്റിക്കറാണ് കയ്യിൽ ഒട്ടിച്ച് കളിക്കുന്നത് കേട്ടോ. അങ്ങനെ ഞങ്ങൾ തിരിച്ച് വീട്ടിലെത്തി, ഫുഡ് കഴിച്ചു, നല്ലൊരു ഉറക്കമുറങ്ങി, വൈകുന്നേരം എണീറ്റ്. അങ്ങനെയൊക്കെയായിരുന്നു ഞങ്ങളുടെ ഒരു ദിവസം. ഞങ്ങളുടെ അല്ല, അവൻ്റെ ഒരു ദിവസം. പിന്നെന്താ, എല്ലാവർക്കും സുഖമൊക്കെ അല്ലേ? ഭയങ്കര ചൂടാണ്, എല്ലായിടത്തും ചൂടൊക്കെ ഉണ്ടാവും. എന്തൊക്കെയാണ് എല്ലാവരുടെയും വിശേഷങ്ങൾ? ആരും കമൻ്റൊന്നും ചെയ്യില്ല, എന്നാലും ഒരു രസം. ഞാനിങ്ങനെ വർത്തമാനം പറയുമ്പോൾ ആർക്കെങ്കിലും ബോറടിക്കുന്നുണ്ടെങ്കിൽ പറയണേ. എനിക്ക് ഭയങ്കര ഇഷ്ടം വർത്തമാനം പറയാം. ഇവിടെ ആണെങ്കിൽ വർത്തമാനം പറയാൻ മാത്രമേ എനിക്കുള്ളൂ. പിന്നെ അമ്മയും അച്ഛനൊക്കെ ഉണ്ട് കേട്ടോ, അവരോടൊക്കെ ഞാൻ എന്ത് പറയാനാ. ഇപ്പോൾ എൻ്റെ എല്ലാ ദേഷ്യം, സങ്കടം, സന്തോഷം എല്ലാം ഞാൻ അവൻ്റെ അടുത്താണ് കേട്ടോ. വൈകുന്നേരം ഞങ്ങളൊരു നടത്തുണ്ട് കേട്ടോ. ഞങ്ങൾക്ക് വൈകുന്നേരം ഒരു ഈവനിങ് വാക്ക് ഉണ്ട്. അച്ഛമ്മ വിളക്ക് വയ്ക്കുന്ന നേരത്ത് ഞങ്ങളൊന്ന് പുറത്തിറങ്ങും. അപ്പോഴത്തേക്കും ഞങ്ങൾ ചായയൊക്കെ കുടിച്ചിട്ട് ഞങ്ങളൊന്ന് കുറച്ച് നേരം മുറ്റത്ത് കൂടെ കളിക്കും. പിന്നെ ഞങ്ങളിങ്ങനെ റോട്ടിൽ കൂടെ നടക്കും, തൊടിയിൽ കൂടെ നടക്കും. പിന്നെ അവന് സ്ഥിരമായിട്ടുള്ളൊരു പരിപാടിയാണ് ഈ മട്ടിയിൽ നിന്ന് വീഴുന്ന മട്ടിച്ചുവരിലില്ലേ, അത് പെറുക്കുക കേട്ടോ. അതൊരു പിടി അവൻ്റെ കയ്യിൽ ഒതുങ്ങുന്ന അത്രയും പെറുക്കിയിട്ട് അവൻ കൊണ്ടുവരും. എന്നിട്ട് അച്ചമ്മയ്ക്ക് കൊടുക്കും കത്തിക്കാൻ. അങ്ങനെയൊക്കെ ചെയ്തു തരും അവന്. ഇതൊക്കെ എവിടെ നിന്നാണ് കിട്ടുന്നത്, ഇതൊക്കെ ആരെ പറഞ്ഞു കൊടുക്കണമെന്ന് അറിയില്ല കേട്ടോ. എന്തായാലും എല്ലാ ആൾ കണ്ടുപിടിക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ കുഞ്ഞു വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ തൊട്ടടുത്ത വീട്ടിലെ കുട്ടിയാണ് കുഞ്ഞു. അവൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൻ വീഡിയോ എടുത്ത് തരാമെന്ന് പറഞ്ഞിട്ട് എടുത്ത് തന്ന വീഡിയോ ആണ് കേട്ടോ അത്. അല്ലാതെയൊക്കെ ഞാൻ സെൽഫല്ലേ, അവിടെ എവിടെയും ഫോണൊക്കെ കുത്തിച്ചാരി വെച്ചിട്ടാണ് ഞാൻ വീഡിയോ എടുക്കുന്നത് കേട്ടോ. അപ്പോൾ അവൻ വന്നപ്പോൾ ഞാനിങ്ങനെ വീഡിയോ എടുപ്പിച്ച്. അപ്പോൾ നല്ല രസം അവനെയും കൊണ്ട് ഇങ്ങനെ നടക്കുമ്പോൾ. ഞങ്ങൾ തമ്മിലുള്ള കുറച്ച് നല്ല രസമുള്ള പരിപാടികളൊക്കെ, ആരെങ്കിലും വീഡിയോ എടുക്കാനൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ, ഏട്ടനുണ്ടായിരുന്നെങ്കിൽ എന്നൊക്കെ ഞാൻ വിചാരിക്കാറുണ്ട് കേട്ടോ. ഇങ്ങനെ ഇൻസ്റ്റയിലൊക്കെ റീലൊക്കെ കാണുമ്പോൾ. അപ്പോൾ ഞാൻ ഏതെങ്കിലും കുട്ടികളെ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ മാക്സിമം ഞാൻ അവരെ വെച്ചിട്ട് ഞാൻ എന്തെങ്കിലുമൊക്കെ എടുക്കും. എല്ലാം ഒന്നും ഇവിടെ പോസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അവൻ ചിലപ്പോൾ ഉടുക്കാപ്പെട്ടിയായിരിക്കും, അപ്പോൾ അതൊന്നും ഇവിടെ ഇടാൻ പറ്റില്ലല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ ഒരുപാട് മിസ് ചെയ്യുന്ന കാര്യങ്ങളുണ്ട്. എന്നാൽ ഭയങ്കര രസമാണേനും അമ്മയും കുട്ടിയും ഭയങ്കര നല്ല രസമാണ് കേട്ടോ. സമയം പോവും. പല്ലുകളൊക്കെ വന്നു, ഒരുവിധം പല്ലുകളൊക്കെ വന്നു. നന്നായി നടക്കാൻ തുടങ്ങി. ഇനിയിപ്പോൾ സംസാരം തുടങ്ങും. എത്ര പെട്ടെന്നാലേ സമയം പോകുന്നേ. കുഞ്ഞു മരത്തിൽ കയറുന്നത് അവൻ ആകാംക്ഷയോടുകൂടി എന്നാൽ ഞാൻ കയറുക എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അമ്മക്കുട്ടിയും കയറുകടാ ഒരു ദിവസം, നമുക്ക് മരത്തിൽ കയറി ഊഞ്ഞാലൊക്കെ ഇടണം. അന്നൊക്കെ ഞാൻ അവൻ്റെ അടുത്ത് പറഞ്ഞേ,
പിന്നെ അവൻ കയറുമ്പോൾ എനിക്ക് പേടിയാവണം കേട്ടോ. അപ്പോൾ അവൻ്റെ അടുത്ത് ഞാൻ താഴെ ഇറങ്ങാൻ പറഞ്ഞു, ചീത്ത പറഞ്ഞു. പിന്നെ ഞങ്ങൾ മേല് കഴുകി അച്ചച്ചൻ വന്ന്, അച്ചച്ചൻ്റെ കൂടെയുള്ള കളിയാണിത് കേട്ടോ. ആനപ്പുറത്തിരിക്കുന്ന കുട്ടിയാണേ. ആനേൻ്റെ കോലം നോക്കണം. അവനങ്ങനെ കുറച്ച് നേരമൊക്കെ കുത്തി മറിഞ്ഞ്. അതിൻ്റെ ഇടയിൽ ഞാൻ അവന് കഴിക്കാനുള്ള ഫുഡൊക്കെ എടുത്ത് കൊണ്ടുവരും. അതിൻ്റെ ഇടയിൽ കൂടെ അതൊക്കെ കഴിയും കേട്ടോ. മരുന്ന് കൊടുക്കുന്ന ചടങ്ങുണ്ടായിരിക്കും, നെബുലൈസ് ചെയ്യണം, ഇതൊക്കെ ഇതിൻ്റെ ഇടയിൽ കൂടെ നടക്കും. അതിനൊന്നും വീഡിയോ എടുക്കാൻ പറ്റില്ല. അങ്ങനെ പല കാര്യങ്ങളും കഴിഞ്ഞ് ആൾ കിടക്കാനുള്ള കിടത്തത്തിലാണ് കേട്ടോ. അത് ഞാൻ പറഞ്ഞ കുറച്ച് സമയമൊക്കെ സ്ക്രീൻ ടൈം കൊടുക്കുമെന്ന്. ഡെയിലി ഞാനൊരു 1 മണിക്കൂർ കേട്ടോ, അത് അപ്പോഴും ഇപ്പോഴൊക്കെ ആയിട്ട് അങ്ങനെ കൊടുക്കും. പിന്നെ അവൻ എന്നെ കുറേ ചവിട്ടി മെതിച്ച്, പിന്നെ കുറേ കഴിഞ്ഞ് എൻ്റെ അടുത്തേക്ക് തന്നെ വരും. ചവിട്ടിയാലും വരും, പാൽ കുടിക്കാൻ വരണമല്ലോ. അങ്ങനെ വന്ന് പിന്നെ ആൾ കിടന്നുറങ്ങി കേട്ടോ.